നമസ്കാരം. നവംബർ 2-ാം തീയതി ശുക്രൻ സ്വന്തം രാശിയായ തുലാം രാശിയിലേക്ക് രാശി മാറും. ഈ രാശിമാറ്റത്തിൽ അനുകൂല ഫലങ്ങൾ കിട്ടുന്ന രാശിക്കാരും നക്ഷത്രക്കാരും ആരൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ധനം, ഐശ്വര്യം, സമൃദ്ധി, കലാപരമായ കഴിവുകൾ, ബിസിനസ്, പ്രണയം ഇവയുടെയൊക്കെ ഗ്രഹമായ ശുക്രൻ നവംബർ 2-ാം തീയതി ഉച്ചയ്ക്ക് 1:05 തുലാം രാശിയിലേക്ക് രാശി മാറും. അപ്പോൾ തുലാം രാശി ശുക്രന്റെ സ്വന്തം രാശിയാണ്. സ്വന്തം രാശിയിൽ ഗ്രഹങ്ങൾ കൂടുതലായിട്ട് പോസിറ്റീവ് ഫലങ്ങളാണ് കിട്ടുക. ഒപ്പം തന്നെ പഞ്ചമഹാപുരുഷ യുഗങ്ങളിൽ ശുക്രന്റെ മാളവ്യ രാജയോഗം എന്ന രാജയോഗം കിട്ടും. പുതിയ ജോലിക്കുള്ള അവസരങ്ങൾ വന്നു ചേരും. കലാപരമായ കഴിവുകൾ മെച്ചപ്പെടും. വസ്തു വാങ്ങാൻ, വിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിക്കും. കലാ സാഹിത്യാദി രംഗത്ത്, അതുപോലെ സോഷ്യൽ മീഡിയയിലെ ബിസിനസ്സിലൊക്കെ ഉള്ള ആളുകൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. വിവാഹഭാഗ്യം, അതുപോലെ ചിലർക്ക് വീട്, വാഹന ഭാഗ്യം ഉണ്ടാകും. മുടങ്ങിയ ധനമൊക്കെ കയ്യിൽ വന്നു ചേരും. സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാക്കും. ആരോഗ്യം നല്ലതാകും. 12 രാശിക്കാരിലും വ്യത്യസ്ത ഫലങ്ങളാണ് ഈ രാശിമാറ്റത്തിൽ കിട്ടുക. അപ്പോൾ കൂടുതൽ അനുകൂല ഫലങ്ങൾ കിട്ടുന്ന രാശിക്കാരും നക്ഷത്രക്കാരും ആരൊക്കെയാണെന്ന് നോക്കാം. മേടൻ രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ 15 നാഴിക ചേരുന്ന നക്ഷത്രക്കാർ. പിന്നെ മിഥുനൻ രാശിക്കാരായ മകീര, മര, തിരുവാതിര, പുണർദം, മുക്കാൽ ചേരുന്ന നക്ഷത്രക്കാർ. പിന്നെ കർക്കിടകൻ രാശിയിൽപ്പെട്ട പുണർദങ്കാൽ, പൂയം, ആയില്യ നക്ഷത്രക്കാർ. അതുപോലെ തന്നെ കന്നി രാശിക്കാരായ ഉത്രമുക്കാൽ, അത്തം, ചിത്തിരാര ചേരുന്ന നക്ഷത്രക്കാർ. തുലാം രാശിക്കാരായ ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ ചേരുന്ന നക്ഷത്രക്കാർ. ധനു രാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടങ്കാൽ ചേരുന്ന നക്ഷത്രക്കാർ. മകരൻ രാശിക്കാരായ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ചേരുന്ന നക്ഷത്രക്കാര്. പിന്നെ കുംഭൻ രാശിക്കാരായ അവിട്ടമര, ചതയം, പൂരോറ്റാതി, മുക്കാൽ ചേരുന്ന നക്ഷത്രക്കാർ. മറ്റ് രാശിക്കാർക്ക് നക്ഷത്രക്കാർക്കും ഒരു സമ്മിശ്ര ഫലമാണ് ശുക്രന്റെ ഈ രാശിമാറ്റത്തിൽ കിട്ടുക. അപ്പോൾ നിങ്ങൾ പരിഹാരമായിട്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും വീട്ടിൽ നെയ്വിളക്ക് കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് കൊണ്ടൊക്കെ നിങ്ങൾക്ക് സർവൈശ്വര്യം വന്നു ചേരും. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.